അമിതമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ വലിയ കൃപയിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളുടെ നടുവിൽ പറയാൻ എൻ്റെ കയ്യിൽ ദൈവം തന്നുവിട്ടിരിക്കുന്ന സ്വർഗീയ ദൂതിലേക്ക് നിങ്ങളെ നയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഉച്ചഭാഷണിക്കൂടെ വായിച്ച് കേൾപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. സ്തോത്രം. അവർ ചുമതലപ്പെട്ടവർ വായിച്ച് കേൾപ്പിക്കും. നിങ്ങൾ ബൈബിൾ നിവർത്തി ദയവായി ദൈവവചനത്തോടുള്ള ആദര സൂചകമായി നിങ്ങൾ ബൈബിൾ നിവർത്തി വായിച്ച് കേൾപ്പിക്കുമെങ്കിലും സ്ക്രീനിലൊക്കെ വാക്യം ഒരുപക്ഷെ വരും എങ്കിലും നിങ്ങൾ ബൈബിൾ നിവർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വാക്യം ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വായിക്കാം. 26-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 7-ാം വാക്യം. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാൻ ഇപ്പോൾ വിസ്താരത്തിൽ ആയിരിക്കുന്നത്. മതി, അത്രയും മതി. സ്തോത്രം. പൗലോസ് അപ്പോസ്തലന്റെ ജീവചരിത്രത്തിൽ നിന്നാണ് ഇന്ന് രാത്രി പിറവം സെന്ററിന്റെ കൺവെൻഷന്റെ 4-ാം രാത്രി നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് പ്രേരണ തന്നിരിക്കുന്നത്. പൗലോസിൻ്റെ ജീവിതയാത്രയിലെ ഒരു ഭാഗം അടർത്തിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ പൗലോസ് 2 വർഷത്തോളമായി അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് മാത്രമുള്ള തെളിവുകൾ നിരത്തിയാൽ വ്യാഖ്യാന പുസ്തകങ്ങളുടെയോ ഡിക്ഷണറികളുടെയോ കമൻട്രികളുടെയോ സഹായമില്ലാതെ അപ്പോസ്തല പ്രവൃത്തി മാത്രം സ്തോത്രം പുറകോട്ടുള്ള താളുകൾ മറിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് സ്തോത്രം 2 വർഷത്തോളമായി പൗലോസിനെ തടവിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സുവിശേഷ സംബന്ധമായിരിക്കുന്ന കുറ്റം ചാർത്തി. പ്രത്യേകിച്ച് യഹൂദന്മാർ കള്ളക്കേസും കള്ളസാക്ഷികളെ നിരത്തി പൗലോസിനെതിരെ ഒരിക്കലും ജാമ്യം കിട്ടാതെ വെളിച്ചം കാണാതെ ഒരുപക്ഷെ ജീവന് പോലും ഹാനി വരത്തക്ക രീതിയിൽ റോമ ഗവർണറെ കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുകയാണ്. പൗലോസ് തടവിലാകുന്ന സമയത്ത് ഗവർണറായിരുന്നത് ഫെലിക്സ് ആണ് എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഫെലിക്സിന് പൗലോസിന്റെ കുറ്റം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തവും തിട്ടവുമായിരിക്കുന്ന അറിവുണ്ടായിരുന്നു എന്ന് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. വളരെ വ്യക്തമായി പൗലോസ് ഒരു ക്രിമിനൽ അല്ല, പൗലോസ് ഒരു കൊടുങ്കുറ്റവാളിയല്ല, പൗലോസ് പ്രചരിപ്പിക്കുന്നത് രാജ്യദ്രോഹമല്ല, നന്മയുടെ കാര്യങ്ങൾ മാത്രമാണെന്ന് ചുമതലപ്പെട്ട ഗവർണറായിരിക്കുന്ന ഫെലിക്സിന് അറിയാമായിരുന്നു. എന്നിട്ടും ഈ മാർഗം സംബന്ധിച്ച് സകല കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും പൗലോസിന്റെ കേസിൽ മാത്രം ഒരിക്കലും വിധി പറയുകയില്ല. പൗലോസിനെ വളരെ മാന്യമായ രീതിയിൽ കോടതി സമുച്ചയത്തിനകത്ത് സമയാസമയങ്ങളിൽ വിളിച്ചു വരുത്തും. കയ്യാമം വെക്കപ്പെട്ടവനായി പട്ടാളക്കാരുടെ സ്തോത്രം ബന്ധവസിൽ പൗലോസ് കോടതിയിൽ വരും. ഒരു സുഹൃത്തിനെ പോലെ ജഡ്ജിയാണ്, ഗവർണർ തന്നെയാണ് ആ കാലഘട്ടത്തിൽ ജഡ്ജിയായിരിക്കുന്നത്. അതുകൊണ്ടാണ് പീലാത്തോസ് യേശുവിനെ വിസ്തരിക്കുകയും വിധിക്കുകയൊക്കെ ചെയ്യാൻ കാരണം ഗവർണർ തന്നെയാണ് ആ കാലഘട്ടത്തിൽ അവരുടെ കോടതിയുടെ ജഡ്ജി കൂടിയായിരിക്കുന്നത്. അപ്പൊ പൗലോസ് എന്ന പ്രതി കോടതിക്കകത്ത് വരുന്ന സമയത്ത് ഒരു സ്നേഹിതനെ പോലെ ജഡ്ജി ഇടപെടും. പക്ഷെ ഒരിക്കൽ പോലും വിധി പറയുകയല്ല, അവധി മാറ്റി വെക്കും. സ്തോത്രം. ഇങ്ങനെ 2 വർഷത്തോളത്തോളം കാര്യം അറിയാമായിരുന്നിട്ടും വിധി പറയാതെ ഫെലിക്സ് പൗലോസിനെ കാരാഗ്രഹത്തിനകത്തേക്ക് തന്നെ വീണ്ടും പറഞ്ഞയച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ആദ്യം ദൈവത്തിൻ്റെ ആത്മാവിൽ ആ ഭാഗം പറഞ്ഞു വരുമ്പോൾ അമിതമായ ആത്മീക സമ്മർദ്ദം കൊണ്ടൊരു കാര്യം പറയാം. സ്തോത്രം. 2 വർഷത്തോളത്തോളം ഫെലിക്സ് വിധി പറയാതിരുന്ന കേസ് സ്വർഗത്തിലെ ദൈവം ഏറ്റെടുത്തു. സ്തോത്രം. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സ്തോത്രം പറയാൻ തോന്നിയില്ല. നിങ്ങളുടെ കുറ്റമല്ല, കാരണം ഞാൻ കാര്യം തെളിച്ച് പറഞ്ഞില്ലല്ലോ. തെളിച്ച് പറയുമ്പോൾ നിങ്ങൾ സ്തോത്രം പറഞ്ഞേക്കണം. സ്തോത്രം. എങ്ങനെ അറിയാൻ പറ്റി? പൗലോസ് ഫെലിക്സിനെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം സംബോധന ചെയ്തൊരു ഭാഗം അപ്പോസ്തല പ്രവൃത്തിയിൽ തൻ്റെ സ്തോത്രം സംബോധന ഭാഗത്ത് ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. ഫെലിക്സിനോട് പറയുന്നു, അങ്ങ് ഈ ജനത്തിന് ഏറെ നാളായി ന്യായാധിപതി ആയിരിക്കുന്നു എന്ന് എനിക്കറിയാം. അതിനർത്ഥം എതിരാളികളില്ലാതെ ഏറെ നാളായി ഈ ജനത്തിന്റെ സമ്മതനായി സ്തോത്രം ഈ കസേരക്കകത്തിരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷെ പൗലോസിന്റെ കാര്യത്തിനകത്തൊരു ലാഘവ ധ്വനിയോടുകൂടെ ഇടപെടുകയും തന്റെ കാര്യത്തിൽ ദ്രവ്യം മോഹിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്, അഥവാ കൈക്കൂലി മോഹിച്ചു എന്ന്. അതുകൊണ്ട് വിധി പറയാതിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ 2 വർഷക്കാലം ദൈവം ക്ഷമിച്ചു. 2 വർഷം കഴിയുമ്പോൾ സ്തോത്രം ഫെലിക്സിനെ ദൈവമായിട്ട് ആ കസേരയെന്ന് മാറ്റിയിട്ട് അതിന് പകരം ചെറുപ്പക്കാരനായ ഫെസ്തോസ് എന്ന ഗവർണറെ കൊണ്ടുവന്നു. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഈ ഭാഗമൊക്കെ ഞാനിങ്ങനെ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ
ആ രംഗം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ, എൻ്റെ പഠനമുറിയിൽ, ഒരു നാടകവേദിയിൽ എന്ന വണ്ണം കാണും. സ്തോത്രം, സ്തോത്രം. എൻ്റെ മനസ്സുകൊണ്ട് പിക്ചറൈസ് ചെയ്യും. അങ്ങനെ ആ ഭാഗം പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ ഫെലിക്സിനോട് പറഞ്ഞു, അങ്ങേക്ക് വേണമെങ്കിൽ ഈ കസേരയിൽ ഇരുന്ന് മരിക്കായിരുന്നു, ഇവിടെ അങ്ങേ ആരും മാറ്റില്ലായിരുന്നു. കാരണം ദീർഘനാളായി അങ്ങ് ഇവിടുത്തെ ജനസമ്മതനായിരുന്നു. പക്ഷേ സ്തോത്രം, അങ്ങേക്ക് ഇത് പൂർത്തീകരിക്കാൻ പറ്റാതെ പോയതിന്റെ കാര്യം, സ്തോത്രം, പൗലോസ് എന്ന ദൈവത്തിന്റെ ദാസന്റെ കാര്യത്തിൽ നീതികേട് കാണിച്ചപ്പോൾ സ്വർഗത്തിലെ കോടതി വിധിച്ചു, ഇനി അധികം നാൾ ഇതിനകത്തിരിക്കണ്ട. അവിടെ നിന്ന് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയതാണോ എന്താന്ന് എനിക്കറിയില്ല. ചരിത്രം അത് സൈലന്റ് ആണ്. എന്താണെങ്കിലും സ്തോത്രം, സ്വർഗത്തിലെ ദൈവം ഫെലിക്സിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് ഫെസ്തോസിനെ കൊണ്ടുവന്നു. ഇന്ന് രാത്രി ഞാൻ ആ ഭാഗം പറയുമ്പോൾ ഓർപ്പിക്കാം, നിനക്ക് ന്യായമായി വരേണ്ട പല നന്മകളും സ്തോത്ര കാര്യം അറിയാവുന്നവർ കണ്ണടയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലൊരു കോടതി ഉണ്ടെന്നും അവിടെ ഒരു ന്യായാധിപനുണ്ടെന്നും ന്യായമായി വിധിക്കുന്നവനുണ്ടെന്നും ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ സ്വർഗം ഇന്ന് രാത്രി ചില കേസ് ആ കോടതിയിലേക്ക് മാറ്റുന്ന രാത്രിയാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഫെസ്തോസ് അധികാരത്തിൽ വന്നതിന്റെ 3-ാം ദിവസം, ചെറുപ്പക്കാരനായ പുതിയ ഗവർണറാണ്. ഞാൻ ചരിത്രം പറഞ്ഞ് നിൽക്കുകയല്ല, എനിക്കൊരു ദൂതിലേക്കുള്ള വഴിവെട്ടി തെളിക്കണം, എന്നിട്ട് വേണം സ്തോത്രം എനിക്ക് കാര്യത്തിന്റെ പൊരുളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഫെസ്തോസ് എന്ന ചെറുപ്പക്കാരനായിരിക്കുന്ന ഗവർണർ അധികാരത്തിലേറ്റതിന്റെ 3-ാം ദിവസം, സ്തോത്രം, റോമൻ സർക്കാർ, യഹൂദ നാടിന്റെ പ്രത്യേകത, യഹൂദ മതം വളരെ ശക്തവും ഏറ്റവും പ്രബലവുമായിരിക്കാൻ യഹൂദ മതത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ റോമൻ സർക്കാരിന് ആ പ്രദേശത്ത് ഭരണം കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഗവർണറായി വരുന്നയാള് സ്തോത്രം മഹാപുരോഹിതനെ പോയി കാണുക. അവരുടെ മതകോടതിയുടെ അധികാരിയാണ്, മതകോടതിയുടെ ജഡ്ജിയാണ് മഹാപുരോഹിതൻ. അദ്ദേഹത്തെ പോയി കണ്ട് പരിചയപ്പെടുക എന്നുള്ളതൊരു പ്രോട്ടോക്കോളാണ്. 3-ാമത്തെ ദിവസം പുതുതായി വന്ന ഗവർണർ മഹാപുരോഹിതനെ കാണാൻ വേണ്ടി ചെന്നു. ഒരുപക്ഷെ ഒരു ചായ സൽക്കാരം അല്ലെങ്കിൽ ഒരു അത്താഴ വിരുന്ന്, സ്തോത്രം, അതിനോടുള്ള ബന്ധത്തിൽ അവരൊന്നിച്ചുകൂടി മുഖപരിചയപ്പെട്ടു. രണ്ടുപേരും ഹസ്തദാനം കൊടുത്തു. പിരിയാൻ നേരത്ത് മഹാപുരോഹിതൻ പുതിയ ഗവർണറെ ഒരു കാര്യം ഓർപ്പിച്ചു. ഞങ്ങളുടെ മതത്തിന്റെ ഭാഗമായിരുന്നവനും സ്തോത്രം അടുത്ത കാലത്ത് യേശു എന്നൊരുവൻ ഈ മതത്തിന് വിരോധമായി പ്രവർത്തിച്ചതുകൊണ്ട് ദൈവം അവനെ മരത്തിൽ തൂക്കിക്കൊന്നു. അങ്ങനെയാണല്ലോ യഹൂദന്മാർ പറയുന്നത്. സ്തോത്രം, അതിന്റെ കയ്യാളായി ഈ മതത്തിൽ നിന്ന് മാറി, യഹൂദ മതത്തിൽ നിന്ന് മാറി ക്രിസ്തവ അല്ലെങ്കിൽ ക്രിസ്തു മാർഗത്തിന് വേണ്ടി നിൽക്കുന്ന ശൗൽ എന്ന പൗലോസ് ഈ മാർഗത്തിന് ഭീഷണിയാണ്. അവൻ ദൈവാലയത്തിനെതിരെ പറയുന്നവനാണ്, മോശയ്ക്ക് കൊടുത്ത പ്രമാണത്തിന് വിരോധമായി പ്രചരിപ്പിക്കുന്നവനാണ്. അങ്ങനെ ഒരു കുറ്റവാളി അവിടുത്തെ ജയിലിലുണ്ട്. മുൻകാല ഗവർണർ ആ കേസ് എടുക്കാതെ വിട്ടതാണ്. അതുകൊണ്ട് അവൻ ജീവിച്ചിരിക്കാൻ അർഹതയുള്ളവനല്ലാത്തത് കൊണ്ട് അങ്ങ് അധികാരത്തിൽ വന്നതിന്റെ വെളിച്ചത്തിൽ എത്രയും പെട്ടെന്ന് ആ കേസിന് തീർപ്പുണ്ടാക്കണം എന്ന് പറഞ്ഞാണ് ഗവർണറെ സ്തോത്രം അവിടെ നിന്ന് തിരിച്ച് അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് അയക്കുന്നത്. ഗവർണർ തിരിച്ച് ഇവിടെ വന്നു. അദ്ദേഹത്തിന്റെ സ്തോത്രം സ്ഥലത്ത് വന്നതിന് ശേഷം പൗലോസിന്റെ കേസ് ഫയൽ വിളിപ്പിച്ചു. അദ്ദേഹം നോക്കിയപ്പോൾ മതപരമായിരിക്കുന്ന ഒരു വിഷയമായിരിക്കാൻ പ്രഥമനിഷ്ഠയ കുറ്റമൊന്നും പ്രമാദമല്ലെങ്കിലും അദ്ദേഹത്തിന് യഹൂദ മതത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വലിയ പിടുത്തമില്ലാത്തത് കൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി സ്തോത്രം അവിടുത്തെ രാജാവായിരിക്കുന്ന അഗ്രിപ്പാവിനെ കൂട്ടുപിടിച്ചു. അങ്ങനെ അഗ്രിപ്പാവിന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, സ്തോത്രം, മഹാപുരോഹിതനെ കാണാൻ ചെന്ന സമയത്ത് മഹാപുരോഹിതൻ എന്നെ ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹം ബഹുമാന്യനായതുകൊണ്ട് എനിക്ക് ആ കാര്യം നിഷേധിക്കാൻ കഴിയില്ല. ഇവിടെ ഫെലിക്സ് വിട്ടിട്ട് പോയ സ്തോത്രം ഒരു കുറ്റവാളിയുണ്ട്, ശൗൽ എന്നാണ് പേര്, പൗലോസ് എന്ന് വിളിക്കപ്പെടും. അദ്ദേഹം യഹൂദ മതത്തിന് വിരോധമായി ഭയങ്കരമായി പ്രവർത്തിക്കുന്നു എന്നാണ് മഹാപുരോഹിതന്റെ പക്ഷം പറയുന്നത്. ഞാൻ ആ കേസ് പഠിച്ചിട്ട് എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഇവരുടെ മതസംബന്ധമായി അധികം അറിവില്ലാത്തത് കൊണ്ട് അങ്ങനെ സഹായിക്കണം. പെട്ടെന്ന് അഗ്രിപ്പ പറഞ്ഞു, പൗലോസ് ആണോ? അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ സ്തോത്രം ഫെസ്തോസ് പറഞ്ഞു, പേടിക്കണ്ട, സ്തോത്രം, നാളെ ഈ 2 കാര്യം ഒരുമിച്ച് നടത്താം. അങ്ങനെ പിറ്റേ ദിവസം വിചാരണ സദസ്സിനെ വിളിച്ചുകൂട്ടി. സ്തോത്രം, ഒരു വലിയ സമുച്ചയത്തിനകത്ത് സ്തോത്രം വാദിഭാഗവും പ്രതിഭാഗവും പിന്നെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു പ്രൗഢമായ സദസ്സിന് മുമ്പിൽ കുറ്റവാളിയെ പോലെ ധന്യനായ പൗലോസിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. സ്തോത്രം, ഈ വലിയ വിചാരണ കോടതിയുടെ മുമ്പാകെ ആമുഖം എന്ന വണ്ണം ഒരു തുടക്കം അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് സ്തോത്രം ഫെസ്തോസ് ചില വാക്കുകൾ പറഞ്ഞിട്ട് കോടതിയുടെ നടത്തിപ്പ് അഗ്രിപ്പ രാജാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. സ്തോത്രം, അഗ്രിപ്പാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച സമയത്ത് സ്തോത്രം പൗലോസിന് അഥവാ പ്രതി എന്ന് പറയപ്പെട്ട്
വാദിഭാഗമായിരിക്കുന്ന യഹൂദന്മാർ കുറ്റം ചാർത്തിയിരിക്കുന്ന പൗലോസിന് ആദ്യം സംസാരിപ്പാനുള്ള സമയം കൊടുക്കുകയാണ്. അങ്ങനെ ആദ്യം സംസാരിപ്പാനുള്ള സമയം കൊടുക്കുമ്പോൾ പൗലോസ് വളരെ ബഹുമാന പുരസ്സരം, ഭാഷാജ്ഞാനിയായിരിക്കുന്ന, പ്രതിപക്ഷ ബഹുമാനമുള്ള, ആരെയും മാനിക്കുന്ന, ക്രിസ്തുവിന്റെ അരിമശിഷ്യനായിരിക്കുന്ന ധന്യനായ പൗലോസ് ബഹുമാന പുരസ്സരം അഗ്രിപ്പാവിനെയും സദസ്സനെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ ഭാഗം പറഞ്ഞു വരുമ്പോൾ നമ്മൾ വായിച്ച 7-ാം വാക്യം ആരാധനാ സംബന്ധമായ വാക്യമാണ്. എന്തിനാണ് ഒരു കോടതിയിൽ തനിക്ക് ജാമ്യം കിട്ടാൻ അല്ലെങ്കിൽ തന്റെ ശിക്ഷ ഒഴിവാക്കാൻ തന്നെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തി പുറത്തേക്ക് വിടാൻ ഒരു പ്രതിയുടെ ഭാഗത്ത് നിന്ന് പരമാർത്ഥത കോടതിയെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇത്ര പ്രമാദമായിരിക്കുന്ന ആരാധനാ സംബന്ധമായിരിക്കുന്ന ഒരു വിഷയം പൗലോസ് യാതൊരു ഭയവുമില്ലാതെ, ഒരു ചുളുക്കവുമില്ലാതെ കൂടി വന്നിരിക്കുന്ന യഹൂദന്മാരുടെയും മഹാപുരോഹിത വൃന്ദത്തിന്റെയും എതിരാളികളാൽ നിൽക്കുന്ന സമസ്ത ആളുകളുടെയും റോമൻ സർക്കാരിന്റെ പ്രമാദമായിരിക്കുന്ന ആളുകളുടെ നടുവിൽ സർവശക്തനായ താൻ ആരാധിക്കുന്ന മഹാദൈവത്തെ കൊണ്ടുവന്നത് എന്തിനാണ് എന്നതാണ് ഇന്ന് രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താവിഷയം. വളരെ ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. കോടതി സമുച്ചയത്തിനകത്ത് അഗ്രിപ്പാവിന്റെ മുമ്പിൽ തനിക്ക് പറയാനുള്ള സമയം കൊടുക്കുന്ന വേളയിൽ പൗലോസ് പറഞ്ഞു വരുമ്പോൾ തൻ്റെ ഭാഗം സമർത്ഥിക്കാൻ വേണ്ടി ദൈവത്തെ കൂട്ടുപിടിക്കുകയാണ്. ദൈവത്തെ കൂട്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഒക്കെയല്ല, ആ വിഷയം, ആ വാക്യം ആരാധനയെ കേന്ദ്രീകരിച്ചുള്ള വാക്യമാണ്. സ്തോത്രം. ആരാധനയെ കേന്ദ്രീകരിച്ചുള്ള വാക്യം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് രാത്രിയിലെ സന്ദേശത്തിന് വേണ്ടിയ ആരാധനയോടുള്ള ബന്ധത്തിൽ ആ വാക്യത്തെ 4ആയി വിഭജിക്കാം. വേഗത്തിൽ ഞാൻ ആ ഭാഗങ്ങൾ പറഞ്ഞു വിടാം. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇന്ന് രാത്രിയിലെ ദൂത് പറഞ്ഞ് ഞാൻ തക്ക സമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യാം. ആ ഭാഗത്ത് ആരാധനയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്. 4 കാര്യങ്ങൾ ആ വാക്യത്തിനകത്ത് ആരാധന സംബന്ധിച്ചുണ്ട്. 1, ആര് ആരാധിക്കണം എന്നത് ആ വാക്യത്തിനകത്ത് സൂക്ഷിച്ച് പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഞാൻ നിങ്ങളത് ബോധിപ്പിക്കാം. 2, എപ്പോഴൊക്കെ ആരാധിക്കണം, അതും ആ വാക്യത്തിനകത്തുണ്ട്. 3, എങ്ങനെ ആരാധിക്കണം, അതും ആ വാക്യത്തിനകത്തുണ്ട്. 4, എന്തിനാരാധിക്കണം. ഈ 4 കാര്യങ്ങളുണ്ട്. ഞാൻ ചേർത്ത് വെച്ച് പറയാം. പൗലോസോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാവരും ആരാധിക്കുന്ന ഒരു ദൈവം എന്നല്ല കോടതി പറഞ്ഞത്. പിന്നെയോ നമ്മുടെ 12 ഗോത്രങ്ങൾ ആരാധിക്കുന്ന സ്തോത്രം. ആ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മുടെ 12 ഗോത്രങ്ങൾ. ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കൂടെ ഇരുന്ന് ഈ കക്ഷികളോടൊക്കെ സംസാരിച്ചും വേണ്ടിയാ പറയാം. ഞാൻ പൗലോസിനോട് പറഞ്ഞു, കോടതിയിൽ ഒരു പൊതുസ്ഥലത്ത് പറയുമ്പോൾ കുറച്ചുകൂടെ ഊരിപ്പോരാൻ എളുപ്പം, ഇച്ചിരിയോടെ ഭംഗിയായിട്ട് പറയുമായിരുന്നു. എങ്ങനെയെന്ന് പറയാമോ? ലോകത്തിലെ സമസ്ത കോടി ആളുകളും ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ചല്ലേ ഞാൻ പറയുന്നുള്ളൂ എന്ന് കോടതി പറഞ്ഞായിരുന്നെങ്കിൽ ജാമ്യം കിട്ടാൻ എളുപ്പമായിരുന്നു. കാരണം ദൈവത്തെ കുറിച്ചല്ലേ പറയുന്നേ. പക്ഷെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പിന്നെന്തെന്നാ പറഞ്ഞത്? ഞാൻ പറയുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത് സ്തോത്രം എല്ലാരും ആരാധിക്കുന്ന ദൈവമെന്നല്ല പറഞ്ഞത്. പിന്നെ നമ്മുടെ 12 ഗോത്രങ്ങൾ ആരാധിക്കുന്ന ദൈവം. സ്തോത്രം. അതിനർത്ഥം എന്താ? ഈ വേദപുസ്തകം പറയുന്ന ദൈവത്തെ എല്ലാരും ആരാധിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമില്ല. എന്നാൽ ചിലർ ആരാധിക്കണമെന്ന് നിർബന്ധം ഉണ്ട് താനും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് പൗലോസ് അവിടെ പറഞ്ഞ കാര്യം പ്രഭം സെന്ററിന്റെ കൺവെൻഷൻ ഇവിടെ പറയുന്നതിന്റെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായിരിക്കാം. സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മുടെ 12 ഗോത്രങ്ങൾ ആരാധിക്കുന്നു. 850 കോടി ആളുകൾ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു. 850 കോടി ആളുകളും ഒരു ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. പച്ചയായ സത്യമാണ്. സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പശ്ചാത്തലത്തിലെല്ലാം ഇഷ്ടദൈവങ്ങളെ, കുലദൈവങ്ങളെ, കുടുംബദൈവങ്ങളെ സ്വത്രക്കെ ആരാധിപ്പാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പൗലോസ് എന്ന ദീർഘദർശി, ദൈവത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്ന ഭക്തനായിരിക്കുന്ന ആ മനുഷ്യൻ പറയുന്നു, എല്ലാരും ആരാധിക്കുന്ന ദൈവത്തെ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്. പിന്നെയോ നമ്മുടെ 12 ഗോത്രങ്ങൾ ആരാധിക്കുന്ന ദൈവം. ആരാണ് ആ ദൈവം? ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? അങ്ങനെ ആരാധിക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? ഇതെല്ലാം പറയണമെങ്കിൽ നമ്മൾ ഒരാഴ്ച ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കണം. പക്ഷേ അത് മുഴുവൻ അങ്ങനെ പറഞ്ഞ് ബോധിപ്പിക്കാനുള്ള സാവകാശം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ കാര്യത്തിന്റെ കഴമ്പുള്ള കാര്യത്തിലേക്ക് വരാം. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് 12 ഗോത്രങ്ങളുടെ പ്രത്യേകത?
12 ഗോത്രങ്ങൾ ആരാധിക്കുന്ന ദൈവം എന്ന് പറയാൻ ഒരു പഴയ നിയമ യഹൂദന്മാരുടെ മുമ്പിലാണിത് പറയുന്നത്. ഒരു പുതിയ നിയമ സഭയുടെ മുമ്പിലല്ല. പുതിയ നിയമത്തിന്റെ സ്തോത്രം ഒരു പശ്ചാത്തലത്തിലുമല്ല. കാരണം കോടതിയിൽ വന്നിരിക്കുന്ന തന്നെ കുറ്റം ചുമത്താൻ വന്നിരിക്കുന്നവരെല്ലാം യഹൂദന്മാരാണ്, ന്യായപ്രമാണത്തിന്റെ വക്താക്കളാണ്. അപ്പൊ അവരുടെ മുമ്പിലാണ് പറയുന്നത്. പ്രത്യേകിച്ച് യഹൂദ മതത്തെക്കുറിച്ച് അധികം അറിവുള്ള അഗ്രിപ്പാവിന്റെ മുമ്പിലാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നതേ ഉള്ളൂ. സ്തോത്രം. എങ്കിലും ആ 12 ഗോത്രങ്ങൾ എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത പറയാം. ഇനി ശ്രദ്ധിച്ചു കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഗോത്രങ്ങൾ അബ്രഹാമിന്റെ കൊച്ചുമക്കളെ അഥവാ യാക്കോബിന്റെ മക്കൾ സ്തോത്രം 12 പേർ. അവരാണല്ലോ പ്രഥമ ദൃഷ്ടിയ. പിന്നെ അത് വിഭജിച്ച കാര്യമൊക്കെ പറയുമ്പോൾ വലിയ ബൈബിൾ ക്ലാസ് ആയി പോകും. പക്ഷേ ഞാൻ അതിലേക്ക് കിടക്കാതെ കാര്യങ്ങൾ വേഗത്തിൽ പറയാം, കേൾക്കണേ. സ്തോത്രം. ഈ 12 മക്കളെ ഉൽപ്പത്തി 49 യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ യാക്കോബിന്റെ അനുഗ്രഹ വചസ്സുകൾക്കകത്ത് ഇവർ ഗോത്രങ്ങളാകുമെന്നൊരു പ്രവചന ധ്വനിയുണ്ട്. പക്ഷെ അന്ന് അവർ ഗോത്രങ്ങളായിട്ടില്ല. അവർ മക്കളെ അങ്ങനെ അനുഗ്രഹിച്ചെന്നേ ഉള്ളൂ. പിന്നീട് എപ്പോഴാണ് അവർ ഗോത്രങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്? സ്തോത്രം. ഇവര് മിസ്രയീമിൽ നിന്ന് പെസഹ കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് പെസഹ ആചരിച്ച് ചെങ്കടൽ കയറി മരുഭൂമിയിൽ മേഘത്തിന്റെ കീഴെ വന്ന് സ്തോത്രം അവര് സമാഗമന കൂടാരത്തിന്റെ ചുറ്റുവട്ടത്ത് വരുമ്പോൾ 12 ഗോത്രങ്ങളെ 12 കൊടിയടയാളങ്ങളായി സ്വർഗത്തിലെ ദൈവം വേർതിരിച്ചു. അവിടെ മുതലാണ് അബ്രഹാമിന്റെ മക്കളെ അല്ലെങ്കിൽ യാക്കോബിന്റെ മക്കളെ ഗോത്രങ്ങളായി വിളിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ വചനം നന്നായി അറിയുന്ന ദൈവമക്കളുടെ നടുവിൽ ഒരു സെൻട്രൽ കൺവെൻഷൻ ആകയാൽ സ്തോത്ര പൊതുജനത്തെയും കൂടി ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഈ കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയാം. സ്തോത്ര. ഹല്ലേലൂയ. 12 ഗോത്രങ്ങൾ എന്ന് പറയുമ്പോൾ സ്തോത്രം വഴിയെ പോയവരല്ല. പിന്നെയോ സ്തോത്ര പെസഹ ആചരിച്ചവര്, ഏറ്റവും പ്രധാനപ്പെട്ട ചോരത്തളി ആചരിച്ചവര്, മേഘത്തിന്റെ കീഴെ വന്നവര്, ചെങ്കടൽ കയറിയവര്, അവരെ വിളിക്കുന്ന വേദപുസ്തകത്തിന് പൊതുവായ ഒരു ഭാഷയാണ് 12 ഗോത്രങ്ങൾ. ഇന്ന് രാത്രികാലം വീണ്ടെടുക്കപ്പെട്ടവർ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരെല്ലാവരും കയറി ആരാധിക്കില്ല. അവർ ആരാധിക്കുന്ന ദൈവം മഹാനാണ്. അവൻ ആരാധിക്കുന്ന ദൈവം ഭയങ്കരനാണ്. ആ കാര്യം കോടതിക്കകത്ത് ഭയലേശമെന്ന് പറഞ്ഞ് പൗലോസിനെ ഓർത്തിയാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ നീ ആരാധിക്കുന്ന ദൈവം ആരെന്ന് ആരോടും പറയാൻ ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് മനസ്സ് തുറന്ന് ആ ധൈര്യം മുഴുവൻ എടുത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി ആ ഭാഗത്തെ ക്രോഡീകരിച്ച് നമുക്ക് ഒറ്റ വാക്കിൽ ഒതുക്കാം. വീണ്ടെടുക്കപ്പെട്ടവർ, ചെങ്കടൽ കടന്നവർ, പെസഹ ആചരിച്ചവർ, അവരെയാണ് ഉദ്ദേശിച്ചത്. സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ടവർ. അവരുടെ പ്രത്യേകത എത്ര വലുതാണ്, അവരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് വീണ്ടെടുക്കപ്പെടുന്നത് എന്നതൊരു പഠന വിഷയമാണ്. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾ ആ കാര്യത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കണം. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും കേന്ദ്ര വിഷയം എന്തെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നാം എന്താണ് മറുപടി പറയുക? വേദപുസ്തകത്തിൻ്റെ ഏറ്റവും കേന്ദ്ര വിഷയം സ്തോത്രം. ഇതിനകത്ത് ആദാമിന്റെയോ അബ്രഹാമിന്റെയോ ദാനിയേലിന്റെയോ ഒക്കെ സംഭവമുണ്ട്. ചെങ്കടൽ പിളർന്നതും സിംഹത്തിന്റെ വായടച്ചതും തീയുടെ ബലം കെടുത്തിയതും തീ ഇറക്കിയതും സ്തോത്ര അസ്ഥികളെ ജീവിപ്പിച്ചതൊക്കെ ഉണ്ട്. പക്ഷേ വേദപുസ്തകത്തിന്റെ കേന്ദ്ര വിഷയം ഇതൊന്നുമല്ല. വേദപുസ്തകത്തിന്റെ കേന്ദ്ര വിഷയം നിങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ പ്രമേയം എന്താന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി പിറവത്ത് യോഗത്തിലിരിക്കുന്ന ദൈവമക്കൾ കേൾക്കണം. ഈ ബൈബിളിന്റെ പ്രമേയം ഒന്നേ ഉള്ളൂ: വീണുപോയ മനുഷ്യന്റെ വീണ്ടെടുപ്പ്. ഇന്ന് രാത്രി ഇവിടെ പന്തലിന് കീഴെ ഞങ്ങൾ യേശുവിനെ പ്രസംഗിച്ചാൽ അതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുള്ളൂ. രോഗം സൗഖ്യമാകട്ടെ, സമാധാനം വരട്ടെ. പക്ഷെ സുവിശേഷ യോഗത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം ബൈബിളിന്റെ ഉദ്ദേശമാണ്. അത് മറ്റൊന്നുമല്ല. വീണുപോയവൻ വീണ്ടെടുക്കപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഇതിനകത്തോ പുറത്തോ ഇരിക്കുന്ന ദൈവമക്കൾ ഈ വിഷയ സംബന്ധമായിട്ട് അജ്ഞരാണെങ്കിൽ, അധികം അറിവില്ലാത്തവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ ധന്യതയ്ക്ക് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് വീണ്ടെടുപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഈ കർത്തൃദാസന്മാരോട് ആരോടെങ്കിലും പുതുതായി തുടക്കക്കാരായി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം സ്തോത്രം ചോദിച്ച് മനസ്സിലാക്കണം. വീണ്ടെടുപ്പ്. വേദപുസ്തകത്തിലെ കേന്ദ്ര കഥാപാത്രം ആരാന്ന് ചോദിച്ചാലും ഒറ്റ വാക്കിൽ മറുപടി പറയാം: വീണ്ടെടുപ്പുകാരൻ.
വീണ്ടെടുപ്പുകാരൻ. സ്തോത്രം. ഇതാണ് വേദപുസ്തകത്തിന്റെ ഉള്ളടക്കം. വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രത്യേകത. സ്തോത്രം. അവരുടെ ആരാധന. ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒപ്പം ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി 107-ാം സങ്കീർത്തനത്തിന്റെ 2-3 വാക്യങ്ങൾ കൂടി ചേർത്ത് വായിക്കാം. അപ്പൊ ഇച്ചിരിയുടെ കാര്യങ്ങൾ ആ ചിത്രം ഒന്ന് തെളിഞ്ഞു കിട്ടും. ആ വാക്യത്തിൽ നിന്ന് ഒരു പിന്തുണയ്ക്ക് വേണ്ടി 107-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെയും 3-ാമത്തെയും വാക്യം കൂടി ദയവായിട്ടൊന്ന് വായിച്ചാട്ടെ. യഹോവ വൈരിയുടെ കയ്യിൽ നിന്നും വീണ്ടെടുക്കുകയും അടുത്തത് കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. അവന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. സ്തോത്രം. അങ്ങനെ പറയട്ടെ. നിങ്ങളുടെ ആ വാക്യം 3-ാം വാക്യം ചെന്ന് നിൽക്കുന്നത് കേൾക്കണം. അവന്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. എങ്ങനെ പറയട്ടെ? 1-ാം വാക്യത്തിലാണ് എങ്ങനെ പറയണമെന്ന് എഴുതിയിരിക്കുന്നത്. 1-ാം വാക്യം പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് എല്ലാരും പറയണമെന്ന് ഈ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. സ്തോത്രം. മനസ്സിലായോ? സ്തോത്രം. പറഞ്ഞു കേട്ടെ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ എന്നെല്ലാരും പറയണമെന്ന് നിർബന്ധമില്ല. യഹോവ നല്ലവനല്ലോ എന്നെല്ലാരും പറയണമെന്ന് നിർബന്ധമില്ല. അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് എല്ലാരും പറഞ്ഞില്ലെങ്കിലും ദൈവത്തിനൊരു പ്രശ്നമില്ല. എന്നാൽ സ്തോത്രം, യഹോവ നല്ലവനെന്ന് ചിലർ പറഞ്ഞേ മതിയാകൂ എന്ന് ഈ വാക്യം സമർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. സ്തോത്രം എല്ലാരും പറയണമെന്നില്ല. പിന്നെയോ ഈ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആര് പറയണമെന്നാ പറഞ്ഞിരിക്കുന്നത്? യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയോ കിഴക്കും പടിഞ്ഞാറും വടക്കും സമുദ്രത്തിലും നിന്ന് കൂട്ടിച്ചേർക്കുകയും തീർന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ചെയ്തവരായ അവന്റെ വിമുക്തന്മാര് അവര് പറഞ്ഞേ മതിയാകൂ. എന്ത് പറയണോ? യഹോവ നല്ലവനെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്ക് ഒഴിഞ്ഞിരിക്കാൻ പറ്റും? സ്തോത്രം. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് പറയാൻ, യഹോവ സ്തോത്രം അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ, അവന് സ്തോത്രം ചെയ്യാൻ ഇന്ന് രാത്രി ഇതിനകത്ത് ഒഴിവുള്ള ആരുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വീണ്ടെടുത്ത സകലരും പറഞ്ഞേ മതിയാകൂ. എന്ത് പറയണം? എന്റെ ദൈവം നല്ലവനാണെന്ന്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്നോണ്ട് തന്നെ വേദനകൾ മറന്ന്, നിന്റെ പ്രശ്നങ്ങൾ മറന്ന് നീ ഒരു 10 പ്രാവശ്യം പറഞ്ഞു നോക്കിയേ. നിന്റെ വീട്ടിലൂടെ നടന്ന് പറഞ്ഞു നോക്കിയേ. ആ അടുക്കളയിൽ ഇരുന്ന് പറഞ്ഞു നോക്കിയേ. യഹോവ നല്ലവനെന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു അസാധാരണമായ ആത്മാവിന്റെ സ്വാധീനവും അതിന്റെ പിന്തുണയും ആ പറയുന്നവരുടെ മേൽ വ്യാപരിക്കാതിരിക്കില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇപ്പോൾ സ്തോത്രം, ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ അടുത്ത ഭാഗത്തെ കടക്കുന്നതിനേക്കാൾ മുമ്പ് പറയാം. സ്തോത്രം. ഇതിനകത്ത് വെച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്ത് തീരുമാനിക്കാം? ഞാൻ സ്തോത്രം യഹോവ നല്ലവനെന്ന് പറയേണ്ടവനാണോ അല്ലയോ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടവനാണോ അല്ലയോ? സ്തോത്രം. ഇത് പണം കൊടുത്ത് പറയിപ്പിക്കുന്നതല്ല. പിന്നെയോ വീണ്ടെടുപ്പ് ലഭിച്ചു എന്ന ബോധ്യം അകത്ത് വരുമ്പോൾ സ്തോത്രം, അവരാരെയും നോക്കാതെ സ്വർഗത്തിലെ ദൈവത്തെ നോക്കി പറയുന്നതാണ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. രാത്രികാലം സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പറയുന്നു, കാര്യം മനസ്സിലാക്കി സ്തോത്രം പറഞ്ഞാൽ ഈ രാത്രി ചില ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. കാര്യം തിരിച്ചറിഞ്ഞ് സ്തോത്രം പറഞ്ഞാൽ വലിയ കരിങ്കൽ കെട്ടുകൾ ഇടിഞ്ഞു വീഴും. ഈ രാത്രികാലം അത് സംഭവിക്കാൻ പോകുകയാണ്. സ്തോത്രഹാലയ ഒരു പ്രമാദമായ വിഷയമല്ല ഇന്ന് രാത്രി ഇവിടെ പറയാൻ സ്വർഗം എന്റെ കയ്യിൽ തന്നു വിട്ടത്. പക്ഷെ പറയേണ്ടതുപോലെ ദൈവത്തിന്റെ ജനം പറയാൻ തുടങ്ങിയാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. സ്തോത്രം. കേൾക്കൂ ദൈവമക്കളെ, ആരാധിച്ചും സന്തോഷിച്ചും ആവേശത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു കുതിപ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ലെന്നുള്ളൊരു പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ തിടുക്കത്തോടെ അടുത്ത കാര്യങ്ങളിലേക്ക് പറയാം. കേൾക്കൂ, ഈ വാക്യങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ എന്താണ് വീണ്ടെടുപ്പ്, വീണ്ടെടുപ്പിൽ എന്താണ് സംഭവിക്കുന്നത്, സ്തോത്രം എന്നത് ഏറ്റവും ചുരുങ്ങിയ 2-3 കാര്യങ്ങളെങ്കിലും ആ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഒന്ന്, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ കണ്ടോ? യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തു. വാസ്തവത്തിൽ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് എന്താ? തെറ്റിദ്ധരിക്കരുത്, ഇത് മതം മാറ്റമല്ല. സ്തോത്രം. പിന്നെ എന്താ? ഇതൊരു കൈമാറ്റമാണ്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്.
സ്വത്രം വീണ്ടെടുക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ് സ്വത്രം നീ എവിടായിരുന്നെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നിന്റെ മതമോ നിന്നിരുന്ന സമൂഹമോ സമുദായമോ ഒക്കെ പറയാം. പക്ഷെ വേദപുസ്തകത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ സ്വത്രം അതൊന്നും അല്ല സത്യം. വീണ്ടെടുക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഇവിടെ എത്ര വലിയ കുടുംബത്തിൽ ജനിച്ചാലും എത്ര വെള്ളിച്ചായന്റെ മോനായി ജനിച്ചാലും ഈ ലോകത്തിൽ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ എല്ലാവരും ആരുടെയൊക്കെ കയ്യിലാണ്. വീണ്ടെടുക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഈ വാക്യത്തിൽ പറയുന്നു വൈരിയുടെ കയ്യിലായിരുന്നു. ആ വൈരിയുടെ കയ്യിൽ ഇരുന്നവനെ ആ കയ്യിൽ നിന്ന് എന്റെ കർത്താവ് വിലക്ക് വാങ്ങി. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഓർത്തോളണം, ഏറ്റവും വലിയ ഭാഗ്യം വാടക വീട്ടിൽ നിന്ന് ഒരു 2 നില വീട്ടിലേക്ക് മാറിയതല്ല. ഏറ്റവും വലിയ ഭാഗ്യം പിള്ളേരുടെ കൂടെ കാനഡ പോയതോ ഓസ്ട്രേലിയ പോയതല്ല. സ്വത്രം ജീവിതത്തിൽ ഒരിക്കലും ഗതി പിടിക്കാതെ കിടന്ന് ആ വൈരിയുടെ കയ്യിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ പുത്രന്റെ ചോരയാൽ ആ കയ്യിൽ നിന്ന് അവൻ പിടിച്ചു പറിച്ചെടുത്തു. അതുകൊണ്ട് ഇന്ന് രാത്രി പിറവം അറിയട്ടെ. ഇത് മതം മാറ്റത്തിന്റെ പരിപാടിയല്ല, ആളെക്കൂട്ടലിന്റെ പരിപാടിയല്ല. മറിച്ച് എന്താണെന്നറിയോ, രക്ഷപ്പെടാനുള്ളവർ ഇന്ന് രാത്രി ഗ്രഹിച്ചറിഞ്ഞിട്ട് പറയണോ, ആ കയ്യിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. സ്വത്രം ആ ഒരു വാക്കുകൊണ്ട് ആ ഭാഗത്തെ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിനകത്ത് ഇടയനെയും ആടുകളെയും കുറിച്ച് പറഞ്ഞു വരികയാണ്. സ്വത്രം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഏകദേശം 27-28 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്വത്രം ചുരുക്കി പറയാം, ആ വാക്യം എഴുതിയിരിക്കുന്നു. സ്വത്രം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 27-28 വരുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പിതാവ് എല്ലാരിലും വലിയവൻ. സ്വത്രം എൻ്റെ വാക്യം അവിടെ ഉണ്ട്. 10-ൽ 28 26 27 എൻ്റെ പിതാവ് എല്ലാരിലും വലിയവൻ. അടുത്ത വാക്ക്, അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. ഈ ഒരൊറ്റ വാക്യം വിശ്വസിച്ചാൽ മതി, മിക്കവാറും BP-യുടെ ഗുളിക എന്നെടുത്ത് കളയാം. സ്വത്രം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ മണ്ടം കളിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. മനസ്സിലായോ? സ്വത്രം വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ, ശ്രേഷ്ഠരായ ദൈവദാസന്മാരുടെ ശിക്ഷണത്തിലും വചന ശുശ്രൂഷയിലും വളരുന്നവർ ഈ വാക്യം മറക്കരുത്. വീണ്ടെടുക്കപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം ആ കയ്യിൽ നിന്നെടുത്ത് താഴേക്കിടുന്നു, തത്തയെ വിട്ടവരെ കൂട്ടിലേക്ക് വിട്ടുന്നല്ല. പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? വൈരിയുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിലെ അപ്പന്റെ കയ്യിലേക്ക് എനിക്ക് ലഭിച്ച മാറ്റമാണ് വീണ്ടെടുപ്പ്. അതിൽ അഭിമാനമുള്ള ദൈവമക്കൾ, എന്തൊക്കെ നഷ്ടം വന്നാലും എന്തൊക്കെ ചോദ്യങ്ങൾ നിന്റെ കുടുംബത്തിനെതിരെ വന്നാലും നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താന്ന് നിന്നെ വളഞ്ഞിട്ട് ചോദിച്ചാലും ഇന്ന് രാത്രി നിന്റെ മനസ്സ് തളരരുത്. എന്തൊക്കെയാണെങ്കിലും ഞാനൊരു കാര്യം പറയാം, മരിക്കുകയാണെങ്കിലും സ്വർഗത്തിലെ അപ്പന്റെ കയ്യിലിരുന്ന് മരിക്കുന്നത് ഭാഗ്യം. നീ പറയാൻ പറ്റുമെങ്കിൽ പറയണോ? സ്വത്രം ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പറയാം, വൈരിയുടെ കയ്യിലിരുന്ന് അല്ലല്ലോ മരിച്ചത്. ഏത് പ്രായത്തിൽ മരിച്ചാലും ഏത് സമയത്ത് മരിച്ചാലും എങ്ങനെ മരിച്ചാലും അപ്പന്റെ കയ്യിലിരുന്ന് മരിക്കുന്നതാണ് ഭാഗ്യം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയാം, സ്വത്രം വൈരിയുടെ കയ്യിൽ നിന്ന് ഇന്നൊരു സ്ഥാനമാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. യേശുവിന്റെ നാമത്തിൽ വേഗത്തിൽ ഈ സന്ദേശം അവസാനിക്കും. അവസാനം ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. ഇന്ന് രാത്രി നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരാള് എന്തൊക്കെ ചെയ്തിട്ടും പിടിച്ചു കിട്ടുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല. സ്വത്രം അങ്ങനെ ഒരു നിലവാരത്തിൽ നിങ്ങൾക്കൊരു ദുഃഖപുത്രനോ ദുഃഖപുത്രിയോ ഉണ്ടെങ്കിൽ ഈ രാത്രി ഇവിടെ ഇരുന്ന് അലറിക്കരഞ്ഞോണ്ട് പറയണം, വൈരിയുടെ കയ്യിൽ നിന്ന് അവനെ എന്റെ അപ്പന്റെ കയ്യിലേക്ക് ഇന്ന് രാത്രി മാറ്റി പാർപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ചില കുടുംബത്തിന്റെ കണ്ണുനീര് തോരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. സ്വത്രം ഓൺലൈനിൽ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. ഇതിനകത്തിരിക്കുന്നതിന്റെ ഇരട്ടി ആളുകൾ ഈ ഓൺലൈനിൽ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൽ എവിടെ ഇരുന്ന് കേട്ടാലും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ പറയാം, നിനക്ക് ബാക്കി 1000 ഉപദേശിമാരെ നിനക്കറിയാമെങ്കിലും എല്ലാ ആഴ്ചയിലും നിന്റെ വീട്ടിൽ പ്രാർത്ഥന നടന്നാലും വീണ്ടെടുപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ, സുരക്ഷിതത്വം കിട്ടിയിട്ടില്ലെന്ന് വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആത്മാവിൽ പറയുകയാണ്.
അതുകൊണ്ട് ഇന്ന് രാത്രി ഇനി എങ്ങനെ പ്രാർത്ഥിക്കും പാസ്റ്ററേ, ഇനി ആരോട് പറയും പാസ്റ്ററേ എന്നോർത്ത് നെഞ്ച് തിരുമിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യമായി പറയുന്നു, വീണ്ടെടുപ്പാണ് സുരക്ഷിതത്വം. ഹല്ലേലൂയ. ഈ ഭാഗം ഞാൻ പഠിച്ചപ്പോൾ വേദപുസ്തകത്തിൽ ഒരുപാട് പേര് പലരുടെയും കയ്യിലകപ്പെട്ടതിനെ കുറിച്ച് വേദപുസ്തകത്തിലുണ്ട്. അതൊക്കെ ഒരു സഭായോഗത്തിൽ പ്രസംഗിക്കാം എപ്പോഴെങ്കിലും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. ന്യായാധിപന്മാർ 6-ാം അധ്യായത്തിനകത്ത് ദൈവം ഇസ്രായേൽ മക്കൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം അവരെ മിദ്യാനരുടെ കയ്യിൽ ഏൽപ്പിച്ചെന്നൊരു വാക്യമുണ്ട്. സ്തോത്രം. മിദ്യാനരുടെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാനരുടെ കയ്യിൽ ഇരുന്ന കാലം നിങ്ങൾ പഠിക്കണം. മിദ്യാനരുടെ കയ്യിൽ ഇരുന്നുകൊണ്ട് എത്ര വിതച്ചാലും കൊയ്യാനൊക്കെയല്ല. ഞാനതിന് ഇങ്ങനെ പറയാം, വൈരിയുടെ കയ്യിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വിതയ്ക്കാം, പക്ഷെ കൊയ്യാൻ കിട്ടിയല്ല. സ്തോത്രം. ഇന്ന് രാത്രികാലം സ്വപ്നങ്ങൾ കണ്ട്, സ്തോത്രം, നിങ്ങളീ പലർക്കും ഞങ്ങളെ അറിയാലോ, സ്തോത്രം, ജീവിക്കാൻ വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പാടിൻ്റെ നെല്ലിപ്പലകയുടെ നടുവിലാണ് കർത്താവ്. ഈ വചനമൊക്കെ പിന്നെയാണ് മനസ്സിലായത്. പക്ഷേ സ്തോത്രം, എൻ്റെ അമ്മയപ്പനെ എൻ്റെ പപ്പ വന്നിട്ടുണ്ട്, ഈ കൂടെ ഇരിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പിറവൻ ചന്തയിൽ ജീവിക്കാൻ വേണ്ടി രാപ്പകൽ എന്നെ എന്തോരം കഷ്ടപ്പാടുകൾ നടത്തി. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മ സ്തോത്രം ഹല്ലേലൂയ 2 നല്ല പാത്രം മേടിക്കാൻ വേണ്ടി ചിട്ടി കൂടുമായിരുന്നു. ചിട്ടി, സ്തോത്രം, അന്നത്തെ കൊച്ചു ചിട്ടി, സ്തോത്രം. 2പിടിച്ചു വയ്ക്കാൻ കഴിയാത്ത ഒരേ ഒരു സുരക്ഷിത സ്ഥാനം പിതാവാം ദൈവത്തിന്റെ കരമാണ്. ഇന്ന് രാത്രി ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. ആ കരത്തിന്റെ സുരക്ഷിതത്വം ഇന്ന് രാത്രി അനുഭവിക്കട്ടെ. സത്യം വെളിപ്പെടുമ്പോൾ സാത്താൻ തോക്കുമെന്ന് വേദപുസ്തകം
ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന്, എല്ലാ വിഭാഗത്തിൽ നിന്നും കൂട്ടിച്ചേർത്തൊരു കൂട്ടരുണ്ടെങ്കിൽ അത് കർത്താവിന്റെ സഭ മാത്രമാണ്. ഹല്ലേലൂയ. തെളിച്ചു പറയാം, എല്ലാ കൂട്ടരെയും എടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ സഭ മാത്രമാണ്. ഇതൊരു കൂട്ടിച്ചേർക്കലാണ്. വീണ്ടെടുപ്പ് കിട്ടിക്കഴിയുമ്പോൾ ചിലര് സ്വത്രം പണ്ട് മുതലേ നമ്മൾ മറുപടി പറയുന്നതാണെങ്കിലും സ്വത്രം ഒന്നോടെ പറഞ്ഞേക്കാൻ, സംശയം തീർക്കാൻ വേണ്ടി ഈ വീണ്ടെടുപ്പിലേക്കൊക്കെ വരുമ്പോൾ വേണ്ടപ്പെട്ടവർ ചോദിക്കും, സ്തോത്രം, നിന്റെ ഒരു ആവശ്യം വന്നാൽ ആരുണ്ടാവും? ഞങ്ങളാരും കാണിയല്ല. നിന്റെ കൊച്ചിനെ ആര് കെട്ടും? സ്വത്രം, ഈ ചത്ത് കിടക്കുമ്പോൾ ആര് മണ്ണ് തിന്നാൻ വരും? സ്വത്രം, ഇതൊക്കെ ചോദ്യമാണ്. അവരോട് ഈ വാക്യത്തോട് പറയണം, വീണ്ടെടുപ്പ് ഒരു ചെതറിക്കലല്ല. സ്വത്രം, മനസ്സിലായോ? ഇതൊരു കൂട്ടായ്മയാണ്. ദൈവം തമ്പുരാൻ സ്വത്രം വഞ്ചകനല്ല. എന്റെ യേശു ചതിയനല്ല. സ്വത്രം, കുടുംബത്തിൽ കിടക്കുന്നവനെ അവിടെ നിന്ന് വീണ്ടെടുത്തിട്ട് വഴി കൊണ്ട് കളഞ്ഞിട്ട് പോകുന്നവനല്ല യേശു. പിന്നെയോ നിന്നെ കരുതാൻ, ഓർക്കുന്നുണ്ടോ നല്ല ശമരിയാക്കാരന്റെ കഥയാ ആ സ്റ്റോറിയിൽ പറഞ്ഞത്? വഴിയമ്പലക്കാരന്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ മടങ്ങി വരുന്നത് വരെ ഇവനെ രക്ഷ ചെയ്തേക്കണം. എന്ത് ചെലവാക്കിയാലും ഞാൻ തരാം. ഇന്ന് രാത്രികാലം ഞാൻ പറയാം, നീ ആരോ പറഞ്ഞത് കേട്ട് ഭയപ്പെട്ട് നിൽക്കുന്നെങ്കിൽ യഥാർത്ഥ വീണ്ടെടുപ്പ് നിന്നെ ഒറ്റപ്പെടുത്തലല്ല. കൂട്ടായ്മ എന്താന്ന്, സ്നേഹം എന്താന്ന്, കരുതൽ എന്താന്ന് അറിയണോ? നീ വീണ്ടെടുക്കപ്പെടണം. ഹല്ലേലൂയ. കരമുയർത്തി അത് അനുഭവിക്കുന്ന ദൈവമക്കൾ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. 4 കാര്യങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട്. ഏത്? പൗലോസിന്റെ വിസ്താരത്തിൽ. ഞാൻ കോടതിയും വിട്ടു, സ്തോത്രം, അതൊക്കെ പൗലോസിന്റെ വിഷയത്തിൽ വിടുക. ഇവിടെ വെച്ച് നിർത്താനേ സാധ്യതയുള്ളൂ, കാരണം സമയം അതിക്രമിക്കുന്നത് മനസ്സിലാകുന്നതുകൊണ്ട്. ഈ വാക്യത്തിലെ 3-ാമത്തെ കാരണം നിങ്ങൾ നിശ്ചയമായും അറിഞ്ഞിരിക്കണം. എന്താണ് വീണ്ടെടുപ്പ്? സ്തോത്രം, എന്താണ് വീണ്ടെടുപ്പ്? ഇവിടെ 107-ന്റെ 3-ാമത്തെ കാര്യം കണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തു, കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കും ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കൊരു പേര് കിട്ടി. എന്താണ് പേര്? എന്താണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്? അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കാം. അവന്റെ വിമുക്തന്മാർ. വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞപ്പോൾ അവരെ ബൈബിളിൽ ഈ ഭാഗത്ത് വിളിച്ച പേരാണ് വിമുക്തന്മാർ. സ്തോത്രം. അയ്യോ, ആ വാക്കിന്റെ ആഴം നിങ്ങളൊന്ന് നോക്കി. അങ്ങനെ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും സമുദ്രത്തിലുള്ള എല്ലായിടത്തുനിന്നും കൂട്ടിച്ചേർത്തവരുമായ അവന്റെ വിമുക്തന്മാർ. വിമുക്തൻ എന്ന് പറഞ്ഞാൽ വിമുക്ത ഭടൻ എന്ന് കേട്ടിട്ടുണ്ടോ? പട്ടാളക്കാരെങ്കിലും എക്സ് സർവീസ് മാൻസ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എൻ്റെ അർത്ഥം എന്താ. എന്താ അങ്ങനെ പറയുന്നത്? വിമുക്ത ഭടൻ എന്ന് പറയുന്നത് പട്ടാള ചിട്ടകൾ സ്തോത്രം കർക്കശമാണ്. സ്തോത്രം. പട്ടാളത്തിൽ റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ നെഞ്ചുവിരിവും പൊക്കവും തൂക്കവും ഒക്കെ ശരിയാണെങ്കിൽ പട്ടാളത്തിലേക്ക് സെലക്ഷൻ കിട്ടിയാൽ പിന്നെ സ്തോത്രം അടുക്കും ചിട്ടയൊക്കെ പട്ടാളം പറയുന്ന പോലെയാണ്. പിന്നെ നമ്മുടെ പിള്ളേരെ പോലെ അവരവർക്ക് ബോധിച്ച പോലെ മുടിവെട്ടാനും നോക്കിയല്ല. പട്ടാളം പറയുന്ന പോലെ മുടിവെട്ടണം. സ്തോത്രം. വേണ്ടേ? 10 മണിക്ക് എഴുന്നേക്കാൻ പറ്റിയല്ല, സമയത്ത് എഴുന്നേക്കണം. പിന്നെ ഒത്തിരി കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ സ്തോത്രം, ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, യുദ്ധകാലത്ത് വീട്ടിലേക്ക് വിളിക്കാൻ പോലും പറ്റിയല്ല. സ്തോത്രം. മാത്രമല്ല, നാട്ടിൽ നിന്ന് എഴുത്തയച്ചാൽ, സ്തോത്രം, ഭാര്യ അയച്ചാലും അമ്മ അയച്ചാലും ചില സാഹചര്യങ്ങളിൽ മേലുദ്യോഗസ്ഥൻ പൊട്ടിച്ച് വായിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ. സ്തോത്രം. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവത്തിന് കീഴ്പ്പെട്ടായി പട്ടാളക്കാർ നിൽക്കുന്നത്. സ്തോത്രം. അവർ 15-20 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് തിരിച്ച് വീട്ടിൽ പോരാം. അന്നേരം അവരെ വിളിക്കുന്ന പേരാണ് വിമുക്തൻ. സ്തോത്രം. അങ്ങനെ വിളിക്കാൻ കാരണം എന്താ? ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് അവരുടെ ശൈലി അതായി മാറും. പട്ടാളക്കാരൻ വീട്ടിൽ വന്നാൽ അതുപോലെയൊക്കെ ആയിരിക്കും നല്ല പട്ടാളക്കാരനാണെങ്കിൽ. സ്തോത്രം. ആ ചിട്ടയായിരിക്കും. പക്ഷേ അതിൽ നിന്ന് മാറി ഇവിടെ ഈ പേര് വരാൻ കാരണം എന്താ? പറഞ്ഞ് ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം. കേൾക്കണം പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ അവർ ഒരുപാട് കാര്യത്തിൽ നിന്ന് വിമുക്തരായി. നിങ്ങളത് അറിഞ്ഞോന്നറിയില്ല, പക്ഷെ നമ്മൾ അറിയണം, നമുക്കിനി പല കാര്യവും ബാധകമല്ല. അതുകൊണ്ടാണല്ലോ നമ്മളെ വിമുക്തരെന്ന് വിളിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ.
യേശുക്രിസ്തുവിലേക്ക് വന്നത്, കർത്താവിനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ചത് വെല്ലപ്പടി പോലത്തെ യോഗം നടക്കുമ്പോൾ സ്തോത്രം വന്നിരുന്നിട്ട് പോകുക അല്ലാട്ടോ. ഞാൻ തെളിച്ചൊരു സഹോദരനെ പോലെ പിറവത്ത് പറയുന്നത് കൊണ്ട് മനസ്സ് തുറന്ന് മറ്റെവിടെ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ സ്നേഹത്തോടെ പറയുക. സ്തോത്രം എവിടെയെങ്കിലും വന്ന് 10 രൂപ സ്തോത്ര കാഴ്ചിട്ടിട്ട് പോകുന്നവരാണല്ല ഈ പറയുന്നത്. ശരിക്കും വീണ്ടെടുപ്പ് ലഭിച്ചാൽ നീ പല കാര്യത്തിൽ നിന്ന് വിമുക്തനാകും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നിനക്കിനി ശാപമില്ല, നിനക്കിനി പഴയ പാപത്തിന്റെ കണക്ക് പറയണ്ട, അവർക്കിനി ശിക്ഷാവിധിയില്ല. വീണ്ടെടുപ്പോട് കൂടെ സ്വർഗത്തിലെ ദൈവം ആദാമ്യ പാരമ്പര്യത്തിൽപ്പെട്ട പല കാര്യങ്ങളും നിന്നിൽ നിന്ന് വെട്ടിക്കളഞ്ഞു. നീ അതിൽ നിന്നെല്ലാം ഭാഗ്യമുള്ളവനായി വിമുക്തനായി മാറി. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എന്തെല്ലാം കാര്യം, ചില രോഗവിമുക്തി. എത്രയോ ആളുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ചു. മരുന്നില്ലാതെ സൗഖ്യമാകില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ സൗഖ്യം പ്രാപിച്ചു. സ്തോത്രം. ഈ മദ്യത്തിൽ നിന്നൊക്കെ, മദ്യവിമുക്തി എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ്. സ്തോത്രം. അത് നേരിട്ട് അനുഭവിച്ചൊരു കുടുംബത്തിലെ ആളാണ് ഞാൻ. എൻ്റെ അപ്പം തയ്യിരിക്കുന്നു. സ്തോത്രം. ആ തൂടൻ്റെ ചോട്ട് ഈ പിറവത്തുനിന്ന് മിക്കവാറും വൈകുന്നേരം വരുമ്പോൾ കുടിച്ച് വണ്ടിയുടെ കമ്പി പോലും സ്തോത്രം പിടിക്കാൻ കഴിയാതെ വണ്ണം അങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ്. ഇടയ്ക്കൊക്കെ അപ്പന് ബോധം വരുമ്പോൾ പറയാറുണ്ടായിരുന്നു, സ്തോത്രം, സത്യമായിട്ടും കുടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, പക്ഷേ സ്തോത്രം ഷാപ്പ് കാണുമ്പോൾ ആരോ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പോവുകയാണ്. വിമുക്തനാകാൻ ആഗ്രഹിച്ചാലും വിമുക്തനാകാൻ പറ്റില്ല. ഞാൻ എൻ്റെ അപ്പനെ കണ്ട പലതും പഠിച്ചത്. സ്തോത്രം. എൻ്റെ അപ്പൻ സ്തോത്രം ബീഡി വലിക്കുമായിരുന്നു, കഞ്ചാവ് പോലത്തെ സംഗതി ഉപയോഗിക്കുമായിരുന്നു, മുറുക്കുമായിരുന്നു, മൂക്കിപ്പൊടി ഉപയോഗിക്കുമായിരുന്നു, കള്ളോ ചാരയൊക്കെ കുടിക്കുമായിരുന്നു. ഇതിങ്ങനെ പതുക്കെ ഗ്യാസ് മിഠായി തിന്ന് 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 ആ സ്തോത്രം അങ്ങനെ ആ ടെൻഡൻസി ഒഴിവാക്കിയല്ല എൻ്റെ അപ്പൻ ഇങ്ങനെ സോഡ ആ സമയമാകുമ്പോഴേക്കും ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സ്തോത്രം വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുടിച്ചോണ്ടൊക്കെ ഇരുന്ന ആൾക്ക് സമയമാകുമ്പോൾ ഒരു വല്ലാത്ത വെപ്രാളം വരും. അന്നേരം ഒരു ഡബിൾ സോഡ അടിച്ച് അമ്മാമ്മ 2 നാരങ്ങയും പിഴിഞ്ഞ് ഒരു കാന്താരി മുളകും കൂടി പൊട്ടിച്ചു കൊടുക്കും. കാരണം കുടിക്കാൻ പറ്റിയാലല്ലോ, അപ്പം ആ വാശി തീർക്കാൻ വേണ്ടി. അങ്ങനെ യഥാർത്ഥത്തിൽ വീണ്ടെടുപ്പ് ലഭിച്ചവൻ ഇങ്ങനെ കാന്താരി മുളകും പൊട്ടിച്ച് നാരങ്ങയും പിഴിഞ്ഞ് കുടിച്ചല്ല കുടി നിർത്തിയത്, സ്വിച്ച് ഇട്ടതുപോലെ നിൽക്കുക. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇതൊരു വിമുക്തിയാണ്. ഇന്ന് രാത്രി നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹം ഉണ്ടായിട്ടും നീരാളി പിടിച്ചിരിക്കുന്നത് പോലെ നിന്നെ പിടിച്ചിരിക്കുന്നെങ്കിൽ പിള്ളേരെ ഓർത്തെങ്കിലും ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ പറയാം, വീണ്ടെടുപ്പ് ഈ മാർഗം ഒരു വിമുക്തിയുടെ മാർഗമാണ്. സ്തോത്രം. ഇതൊരു അഡിക്ഷന്റെ എന്ന് പറഞ്ഞാൽ ഇത് പാപത്തിന്റെയും ശാപത്തിന്റെയും തകർച്ചയുടെയും മാർഗമല്ല. നിനക്ക് നിന്നെ തന്നെ രക്ഷിക്കാൻ പറ്റാത്ത പല വിഷയത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ഒറ്റ ദിവസം കൊണ്ട് വിമുക്തി തരും. ഹല്ലേലൂയ. ഏറ്റവും വലിയൊരു വിമുക്തിയെ കുറിച്ച് ദൈവമക്കൾ അറിഞ്ഞിട്ട് ഇന്ന് രാത്രി പോകാവൂ. 2 മിനിറ്റോടെ ഒരു വാക്യം അതിന് നമ്മൾ വായിച്ചു തരണം. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിൽ നിന്നാണ്. ഈ വിമുക്തി എന്നുള്ള വാക്കൊക്കെ, ഇതിനെല്ലാം വേദപുസ്തകത്തിൽ ഒരുപാട് പര്യായ പദങ്ങളുണ്ട്. പഴയ നിയമത്തിലാണ് ഈ വിമുക്തി എന്ന്. അധികം പദങ്ങൾ വിമുക്തി എന്നുള്ള വാക്കില്ല. ഞാൻ നിങ്ങൾ ബൈബിൾ ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ അരിച്ചു പറക്കി നോക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഒത്തിരി വേറെ എങ്ങും അധികം വാക്കുകളില്ല വിമുക്തി എന്നുള്ളത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനോട് അനുബന്ധപ്പെട്ട് അതേ അർത്ഥം വരുന്ന സുപരിചിതമായ ചില വാക്കുകളുണ്ട്. അതിലൊരു വാക്കാണ്, ഇതിൻ്റെ ഒരു പര്യായ പദം പോലെ വന്നിരിക്കുന്ന വാക്കാണ് മരണം എന്ന വാക്ക്. മരണം. സ്തോത്രം. പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ സ്തോത്രം വേദപുസ്തകത്തിൽ മരണം എന്ന് പറയും. നമുക്ക് മരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്തോത്രം മൂക്കി ഭംഗി വെക്കുക, നേരെ കിടക്കുക, അടക്കം കഴിയുമ്പോൾ പവസും പണ്ടും തിന്നുക. സ്തോത്രം. അതാണ് നമ്മുടെ മരണം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. വാസ്തവത്തിൽ വേദപുസ്തകത്തിൽ അത് മാത്രമല്ല അർത്ഥം. പിന്നെ എന്താ പറയുക, മരണത്തിന് വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്താ അറിയാമോ? ഒരുത്തൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ വേർപെട്ടു, ചില കാര്യത്തിൽ നിന്ന് വിമുക്തനായി. സ്തോത്രം. ഈ വീരപ്പനെ കുറിച്ചൊക്കെ സ്തോത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് തമിഴ്നാട് സർക്കാരിൽ തന്നെ കാട്ടുകളനായിരുന്നല്ലോ. സ്തോത്രം. 100 കണക്കിന് കേസുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം മരിക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ വന്ന സ്തോത്രം നമ്മുടെ ന്യൂസ് പേപ്പറിലെ ഒരു ബോക്സ് സ്തോത്രം വാർത്ത ഇപ്പോഴും എൻ്റെ മനസ്സിനകത്തുണ്ട്. നാളുകൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ച സമയത്ത് ഒരു ബോക്സ് ന്യൂസ് കോളം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഇങ്ങനെ ആ വാക്കിതായിരുന്നു. ഏകദേശം അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ എണ്ണം ഞാൻ ഓർക്കുന്നില്ല, 100 100-ൽ താഴെയോ. അത്രയും കേസിൽ നിന്ന് വീരപ്പൻ വിമുക്തനായി. കാരണം എന്താ? പ്രതി മരിച്ചാൽ ഇനി അദ്ദേഹത്തിന്റെ പുറത്ത് കേസില്ല. സ്തോത്രം. ഈ കോടതി അദ്ദേഹത്തെ സ്തോത്രം ആ വിധത്തിൽ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക തെളിവും കാര്യങ്ങളും തൊണ്ടിമുതലും ഒന്നും പിന്നെ ആ വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. ഈ അർത്ഥം നിങ്ങൾ ബൈബിളിലേക്ക് കൊണ്ടുവരണം.
ക്രിസ്തീയ ജീവിതം നന്നായി നയിക്കണമെങ്കിൽ 3 കാര്യത്തിന് മരിച്ചിരിക്കണം. സ്തോത്രം. 1, റോമാലേഖനം 6:2 വായിക്കുന്നത്. സുപരിചിതമായ വാക്യമാണ്, സാധാരണ സ്നാനത്തിന് പറയാറുള്ളത്. ആ വാക്യം ഇതാണ്: പാപസംബന്ധമായി മരിച്ചവരായ നാം. എന്ന് പറഞ്ഞാൽ സ്തോത്രം, പാപസംബന്ധമായി ആ വിഷയത്തിൽ മരിച്ചു, അതിൽ നിന്ന് വിമുക്തനായി. എന്ന് പറഞ്ഞാൽ ആദാമ്യ വർഗത്തിന്റെ പാപം നമ്മുടെ മേൽ കെട്ടിവെച്ചിരുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ആ വിഷയത്തിൽ മരിച്ചു, അഥവാ അതിൽ വിമുക്തനായി. രണ്ടാമത്തത് ഗലാത്യ ലേഖനം 2:19 ആ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ന്യായപ്രമാണ സംബന്ധമായി മരിച്ചവരായ നാം. അതും യഹൂദ പശ്ചാത്തലത്തിൽ എഴുതിക്കൊണ്ട ന്യായപ്രമാണം. എന്ന് പറഞ്ഞാൽ യഹൂദന്റെ ന്യായപ്രമാണം പഴയ പാരമ്പര്യമാണ്. പിറവങ്കാർക്ക് ഏത് പശ്ചാത്തലമാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പോകുന്നത്, നിങ്ങളുടെ ആരും യഹൂദന്മാരല്ലെന്നറിയാം. അതുകൊണ്ട് സ്തോത്രം, ന്യായപ്രമാണം എന്ന ഭാഗത്ത് നിങ്ങളുടെ പിതൃപാരമ്പര്യത്തെ എഴുതി ചേർക്കാം. അത് സംബന്ധിച്ച് മരിച്ചു. പിന്നെ അതിന്റെ ഒരു പിടി, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു, അതിന്റെ ഒരു പിടിയും പുറയുന്നില്ല. സ്തോത്രം. ഒരു കടുത്ത പാരമ്പര്യ പശ്ചാത്തലത്തിൽ നിന്ന് സ്തോത്രം ഞാൻ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വന്ന് ഞാൻ ഒരു പാസ്റ്ററായി തീർന്നത്. എൻ്റെ വല്യമ്മച്ചി, അമ്മയുടെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. സ്തോത്രം. അമ്മച്ചി എന്നെ ആരൊക്കെയോ ആക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നതാണ്. അമ്മയാണത് നേർന്നത്. സ്തോത്രം. എന്നെ ഇപ്പോഴും കാണുമ്പോൾ പറയും, മോനെ, അമ്മ മരിക്കുന്നതിനേക്കാൾ മുമ്പ് നീ ആ നേർച്ച കൊണ്ട് കൊടുക്കണം. കാരണം അമ്മ നേർന്ന് വെച്ചിരിക്കുകയല്ലേ. സ്തോത്രം. ഇല്ലെങ്കിൽ എനിക്ക് ദോഷാന്ന് പറഞ്ഞത്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, ന്യായപ്രമാണ സംബന്ധമായി ക്രിസ്തുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ മരിച്ചു. ഇനി അവിടെ നിന്ന് ഒരു പിടിയില്ല. സ്തോത്രം. അതുകൊണ്ട് അതൊന്നും ഇന്ന് രാത്രികാലം കർത്തൃമേശ എടുക്കുന്ന ഒരു ദൈവമക്കളും പേടിക്കണ്ട. വേണ്ടും വണ്ണമാ രക്ഷിക്കപ്പെട്ടതെങ്കിൽ ആ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായി. സ്തോത്രം. ഇനി അതൊന്നും പുറകെ വരികയല്ല. അത്രയൊക്കെയല്ലേ പിറവത്ത് പറയാൻ പറ്റുള്ളൂ എനിക്ക്. ഇനി അതൊന്നും പുറകെ വരികയല്ല, അതിൽ നിന്ന് വിമുക്തരായി. അതിനേക്കാൾ ഗംഭീരമായൊരു വാക്ക് പൗലോസ് എഴുതി വെച്ചു. അത് വായിച്ചു കേൾപ്പിക്കും. കൊലോസ് ലേഖനം 2:20 വാക്യം. അത് പറഞ്ഞ് നമ്മൾ രാത്രി അവസാനിപ്പിക്കുകയാണ്. കൊലോസ് ലേഖനം 2:20 വാക്യം. ബാക്കി സ്തോത്ര അപ്പോസ്തല പ്രവൃത്തിയിലെ ആരാധനയുടെ കാര്യവും കോടതിയിൽ ഈ വിഷയം പറയാനുണ്ടായ കാര്യമൊക്കെ സ്തോത്രം അടുക്കും ചിട്ടയായി പറയണമെങ്കിൽ ഇനിയും നമുക്ക് സമയമെടുക്കും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം പോലെ ഈ രാത്രി നടക്കട്ടെ. ഈ ഭാഗം പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ആ വാക്ക് നിങ്ങൾ നോക്കിയേ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് ആ വാക്ക് ശ്രദ്ധിച്ചോളണം കേട്ടോ. സ്തോത്രം. ആദ്യം നമ്മൾ പറഞ്ഞത് റോമാലേഖനത്തിൽ പാപസംബന്ധമായി മരിച്ചു. സ്തോത്രം. ഗലാത്യ ലേഖനത്തിൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഇവിടെ കൊലോസ് ലേഖനത്തിൽ പറയുന്ന വാക്ക് കേട്ടോ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ലോകത്തിന്റെ ആദ്യ പാഠം സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരരുത്. അയ്യോ, അത് ഭയങ്കര പ്രമാദമായിരിക്കുന്ന വിഷയമാണ്. നമുക്ക് കണ്ടന്റ് മാത്രം നടത്തിയെടുക്കാം. അവിടെ പൗലോസ് പറയുന്നു, ലോകത്തിന്റെ ആദ്യ പാഠം സംബന്ധിച്ച് മരിച്ചു. എന്താണ് ആ സൂത്രം? ലോകത്തിന്റെ ആദ്യ പാഠം നമ്മളാരും ചിന്തിച്ചിട്ടില്ല. ഞാൻ കർത്തൃദാസന്മാരെ ബഹുമാന പുരസ്സരം സ്തോത്രം അപേക്ഷിക്കുന്നു. ആ വാക്കുകളൊക്കെ നമ്മൾ ഗഹനമായി അന്വേഷിച്ചിറങ്ങിച്ചെല്ലണം. ലോകത്തിന്റെ ആദ്യ പാഠം എന്ന് പറഞ്ഞാൽ എന്താ സൂത്രം? സ്തോത്രം. ഇംഗ്ലീഷിൽ വായിച്ചാലും നമുക്ക് ഒരുപക്ഷെ എൻ്റെ പൊരുൾ കിട്ടുകയല്ല. അതിൽ ഒറിജിനൽ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കൊടുത്തിരിക്കുന്ന വാക്ക് ഞാനൊന്ന് പറയാം. സ്തോത്രം. അത്രയും ത്രാണിയൊന്നും ഇംഗ്ലീഷ് പറയാൻ എനിക്കില്ല. എങ്കിലും ചില കാര്യങ്ങൾ മലയാളത്തിൽ കിട്ടുകയല്ല. അതുകൊണ്ട് ഇമ്പോസിഷൻ എഴുതി പഠിക്കും പോലെ പഠിക്കുക. സ്തോത്രം. എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. ആ വാക്കിന്റെ ലോകത്തിന്റെ ആദ്യ പാഠം എന്നതിന് ഒറിജിനൽ ബൈബിളിന്റെ ഒറിജിനൽ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്താൽ ഇങ്ങനെ ഒരു വാക്കായിരിക്കും: ദ റൂളിംഗ് പവർ ഓഫ് യൂണിവേഴ്സ്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന ശക്തി. അതേതാ? സ്തോത്രം. കുറച്ചുകൂടെ വിശദീകരിച്ചാൽ ആസ്ട്രോളജിക്കൽ. സ്തോത്രം. നക്ഷത്രശാസ്ത്രം. ഇച്ചിരൂടെ തെളിച്ചു പറയാം. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠം സംബന്ധിച്ച് നമ്മൾ മരിച്ചെന്ന്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ വിമുക്തരായെന്ന് കുറച്ചോടെ തെളിച്ചു പറയാം. നടുങ്ങിയിരിക്കുക. സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? അതുണ്ടെന്ന് ഓർത്താ നമ്മൾ പിടിച്ചു നിന്നത്. കാരണം നമുക്ക് അതാ ഇഷ്ടം. നമ്മുടെ കൊച്ചു തോറ്റെന്ന് പറയുമ്പോൾ ആരെങ്കിലും വന്ന് പറയുകയാണ് കെട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമായി. കാരണം കെട്ടുള്ളത് കൊണ്ടാണല്ലോ കൊച്ചു തോറ്റത്. ഒരാശ്വാസം കിട്ടിയില്ല. ഈ വാക്ക് ശ്രദ്ധിക്കണം.
ആസ്ട്രോളജിക്കൽ പവർ, അത് ബൈബിൾ പറയുന്നുണ്ട്. അത് മുഴുവൻ തെളിയിക്കാൻ സമയമില്ല. പക്ഷേ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്ര വെക്കപ്പെട്ടപ്പോൾ നിനക്കിനി ചൊവ്വാദോഷമില്ല, കണ്ടകശനിയില്ല, നിനക്കിനി രാഹു ഇല്ല, നിനക്കിനി വാസ്തു ഇല്ല, നിനക്കിനി ഗ്രഹനിലയില്ല. നീ അതിൽ നിന്ന് വിമുക്തനായി. ഇതിൽ പരം ഭാഗ്യം ഈ ലോകത്തിൽ ആർക്ക് കിട്ടും ദൈവമക്കളെ? ഇന്ന് രാത്രികാലം ഈ വക ഒരു കാര്യത്തെയും പേടിച്ചോ അതിന്റെ നിഴലാട്ടത്തിൽ ഭയപ്പെട്ടോ അല്ല ഇന്ന് രാത്രി ദൈവമക്കൾ സ്തോത്രം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി പറഞ്ഞത്, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവൻ യഹോവ നല്ലവനാന്ന് പറഞ്ഞേ മതിയാകൂ. സ്തോത്രം പറയിപ്പിക്കുകയല്ല, അവൻ പറഞ്ഞേ മതിയാകൂ. ആരാധനയ്ക്ക് വന്നാൽ അവനെ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ഇതൊക്കെ ചുറ്റിപ്പറ്റി കടന്ന് നമ്മളെ രക്ഷിച്ചത് യേശുവിന്റെ ചോരയാണ്. ഹല്ലേലൂയ. അതിൽ നിന്ന് വിമുക്തരാക്കപ്പെട്ടവർ. ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം പറഞ്ഞ് ദൂതും തീർന്നില്ല, കൊതിയും തീർന്നില്ല. പക്ഷേ സ്തോത്രം സമയം അതിക്രമിക്കുന്നത് നന്നായി മനസ്സിലാക്കുന്നു. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ, സ്തോത്രം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു അപേക്ഷ, ആരും പോകരുത്. പോകാനാണെങ്കിൽ എഴുന്നേക്കരുത്. സ്തോത്രം എഴുന്നേറ്റ് നിൽക്കുക. പുറകിൽ കൂടെ മുമ്പിൽ കൂടെ ഒക്കെ വഴിയുണ്ട്, ഇടവഴിയുണ്ട്, പെരുവഴിയുണ്ട്. അതുകൊണ്ട് ആരും ഈ പ്രാർത്ഥന സ്നേഹത്തോടെ ഒരു വാക്ക് കൊയറോ അധ്യക്ഷനോ ബാക്കി കാര്യങ്ങളൊക്കെ ഈ കൂടെ കൈകാര്യം ചെയ്യും. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ ദൈവാത്മാവിൽ അവസാന ഭാഗത്തേക്ക് വരാം. എന്നെ കേൾക്കുന്ന ഇന്ന് രാത്രി കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, അഥവാ ഈ കൂട്ടത്തിനകത്തോ പുറത്തോ എവിടെയെങ്കിലും സ്തോത്രം ഒരുപാട് പണം എൻ്റെ ജീവിതം ഒന്ന് നേരെയാക്കാൻ, സ്തോത്രം ആരൊക്കെയോ പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ പറഞ്ഞു നിർത്തിയതുപോലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നീ വീട് വെച്ചതിനകത്തുണ്ട്, കിണർ കുത്തിയതിനകത്തുണ്ട്, സ്തോത്രം കൊച്ചിനെ കെട്ടിച്ച സമയം മുതൽ എന്തൊക്കെയോ ഇതെല്ലാം പറഞ്ഞ് മനസ്സിനകത്ത് ചുറ്റിപ്പറ്റി കിടക്കുന്നെങ്കിൽ യേശുക്രിസ്തു എന്ന ഏക രക്ഷകൻ, ആ രക്ഷിതാവ് ഒരു വിമോചകനാണ് എന്ന് ഞങ്ങൾ പരസ്യക്കവലെ പറയുന്നതൊരു ഭംഗിവാക്കല്ല. അവനെ വിശ്വസിക്കുന്നവർക്ക് ഇതിൽ നിന്നൊക്കെ വിമുക്തത ലഭിക്കും. ഇന്ന് രാത്രികാലം ഈ സ്തോത്രം ഏപ്രിൽ മാസം 4-ാം തീയതി പരിശുദ്ധാത്മാവ് എന്നോട് ഇത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാനതിവിടെ പറഞ്ഞു, നിങ്ങളിത് കേൾക്കുകയും ചെയ്തു. അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ദൈവസന്നിധി പറയായിരുന്നു, ഞങ്ങളിത് അറിഞ്ഞില്ല ദൈവമേ. ഇപ്പം ഇവിടെ നിൽക്കുന്ന നിങ്ങൾ അറിഞ്ഞുപോയി. അതുകൊണ്ട് ഇന്ന് രാത്രി സ്തോത്രം ഗഹനമായി വിശ്വസിക്കണം, ഈ പറയപ്പെടുന്നതൊന്നും നമ്മെ തൊടില്ല. അപ്പൻ്റെ കയ്യിൽ സുരക്ഷിതരായിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ രാത്രിക്കാലം ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ നിങ്ങളെ ധൈര്യസമേതം സ്തോത്രം വിശ്വസിച്ചുറപ്പിക്കുകയാണ്. വീണ്ടെടുപ്പെന്ന ആ വലിയ പദ്ധതി, അതിന് നമ്മളൊന്നും മുടക്കിയില്ല. ദൈവം തൻ്റെ പുത്രനെ കാൽവരി ക്രൂശിൽ തകർക്കാൻ ഇഷ്ടം തോന്നി. സ്തോത്രം യെരൂശലേമിന്റെ തെരുവീതിയിലൂടെ വണ്ടി വലിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് ഭാരമേറിയ കുരിശുമേന്തി ഗോൽഗോത്തായിലേക്ക് പോയി. തലയോടിടമെന്നർത്ഥമുള്ള ആ കുന്നിന്റെ മുകളിൽ ചെല്ലുമ്പോൾ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും മധ്യത്തിൽ സ്തോത്രം നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചു. ആ തല മുതൽ പാദം വരെ ആപാദചൂടം ചാലുകീറി ഒഴുകുന്ന പുണ്യാഹ രക്തം, ആ രക്തമാണ് മറുവിലയായി നമുക്ക് വേണ്ടി കൊടുത്തത്. ആ രക്തത്തിന്റെ വിലയാണ് ഇന്ന് രാത്രി നീ ആത്മഹത്യ ചെയ്യാതെ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വർഗം എന്നോട് പറയുന്നു, ഈ രാത്രി നിന്റെ കെട്ടടിയുമ്പോൾ നിന്റെ മുഖം നീ കുടഞ്ഞു കളയണം. ബൈബിളിൽ ഒരു വാക്യമാണ്. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ഞാനൊരു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിക്കും. കയറ് തയ്യാറായി ഒരുമിച്ച് ആത്മാവിൽ ആരാധിക്കും. ഈ ആരാധിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രന്റെ ചോര ഇന്നും നിനക്ക് വേണ്ടി വാദിക്കുന്നു. അതുകൊണ്ട് ഈ രാത്രികാലം ഏത് കോടതിയുടെ മുമ്പിലും ഏത് പ്രശ്നത്തിന് മുമ്പിലും നിന്റെ ജീവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് വ്യാഖ്യാനിക്കുന്ന നിർണായക നിമിഷത്തിലും നീ ആരാധന മറക്കരുത്, നീ വിമുക്തനാണെന്ന് മറക്കരുത്. സ്വർഗം നിന്നെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ തിരുവെഴുത്തിൽ വായിക്കുന്നു, നീ കീഴേ ഉള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നവനാണ്. അതിനകത്തുനിന്ന് വിമോചനം. ഇന്ന് രാത്രി ചില വിഷയത്തിൽ നിന്ന് ഞാൻ ഇച്ചിരി തെളിച്ചു പറയുക. നിന്റെ ജീവിതത്തെ മുറുകെ പറ്റുന്ന, നിന്റെ ജീവിതത്തിന്റെ അഭിഷേകത്തെ തടയുന്ന രഹസ്യ ജീവിതത്തിലെ എവിടാണെങ്കിലും അതിനെ ഇന്ന് രാത്രി വിമുക്തനാക്കുന്ന ദൈവത്തിന്റെ കരം ഇവിടെ ഇറങ്ങി വരുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ആത്മനിറവോടെ ആ കരങ്ങൾ ഉയർത്തിയോ കരങ്ങൾ അടിച്ചോ ഏത് വിധേനയും ശരീരത്തിന്റെ ഭാഷയിൽ ആത്മാവിന്റെ നിറവിൽ കൊയറിനോട് ചേർന്ന് ചേർന്ന് ചേർന്ന്